എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ പഴയ കാലത്തിലെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജോയ് ഉണ്ടല്ലോ, അതായത് കുഞ്ഞു ജോ, അവളാണെങ്കിൽ എങ്ങനെയെങ്കിലുമാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടിരിക്കുന്നത്. അതും അവളുടെ അടുത്തായിട്ട് ആ മന്ത്രവാദിനിയായിട്ടുള്ള അമ്മാമ്മയുണ്ട്. അപ്പം അവരാണെങ്കിൽ പറയും, മോളെ നീ മന്ത്രവാദം പഠിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ജീവന് തന്നെ ആപത്താണ് എന്ന്. അപ്പം നമ്മുടെ ജോ പറയും, ഇല്ല അമ്മാമ്മ, എനിക്ക് മന്ത്രവാദം പഠിക്കേണ്ട, അത് പഠിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ അമ്മാമ്മ പറയാം, അങ്ങനെയല്ല മോളെ, നീ മന്ത്രവാദം പഠിച്ചു കഴിഞ്ഞാൽ നിനക്കാണെങ്കിൽ കുറേ കാലം ജീവിക്കാം. പോരാത്തതിന് നീ വിചാരിക്കുന്ന പോലെ ഈ മന്ത്രവാദം അത്ര ചീത്ത കാര്യമൊന്നുമല്ല. ഈ മന്ത്രവാദം യൂസ് ചെയ്തിട്ട് എത്രയോ ആൾക്കാരെ നിനക്ക് രക്ഷിക്കാം. അങ്ങനെയൊക്കെ ഈ അമ്മാമ്മ പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ജോയ് ആണെങ്കിൽ മന്ത്രവാദം പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ അവൾ വലിയൊരു മന്ത്രവാദിനിയാവും. അങ്ങനെയാണ് അവളാണെങ്കിൽ ഒരു ബുക്കിനകത്ത് ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം എഴുതി വെക്കുന്നത്. പിന്നീട് കാണിക്കുന്ന സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഒരു മഞ്ഞുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുന്നതാണ്. അവിടെ എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഷിന്യു അവിടേക്ക് വരും. ഇവനെ കാണുന്നേ നമ്മുടെ ജോ ചോദിക്കും, നീ എന്താ ഇവിടേക്ക് വന്നത്? ഞാൻ ആ എഴുതിയ മന്ത്രവാദത്തിൻ്റെ ബുക്ക് തപ്പി വന്നതാണോ? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഞാൻ അതിന് വന്നതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയിനെ അവനാണെങ്കിൽ കുത്തിക്കൊല്ലുന്നതാ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിന്യുവിൻ്റെ അടുത്ത് പറയും, നിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, എന്നെ ആരാണോ കൊല്ലുന്നത് അവരാണെങ്കിൽ ജീവിതകാലം മൊത്തവും ഒരു കേഴ്സിന് വിധേയരാകും എന്ന്. നീ എന്നിട്ടും എന്നെ കൊന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എൻ്റെ കയ്യിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രസൻറ്റ് സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജോ ഷിന്യുവിൻ്റെ അടുത്ത് പറയും, എനിക്ക് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. എനിക്ക് നല്ലതുപോലെ അറിയാം പണ്ട് നീയാണ് എന്നെ കൊന്നത് എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകാനും പറ്റത്തില്ല എന്ന് നമ്മുടെ ജോയ് ആണെങ്കിൽ കണ്ണു അടച്ചങ്ങ് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു ഭയങ്കര ഷോക്കായി പോവും. അപ്പോൾ ഷിന്യു പറയും, നീ എന്തിനാ ഇപ്പം അതൊക്കെ വിശ്വസിക്കുന്നത്? അത് നമ്മൾ കെട്ടിച്ചമച്ചൊരു കഥയും ആയിക്കൂടെ, നമ്മുടെ മൈൻഡിൽ ആവശ്യമില്ലാതെ തോന്നിയ ഒരു കാര്യവും ആയിക്കൂടെ, നീ എന്തിനാ അത് വിശ്വസിച്ച് നമ്മളുടെ ഈ ഒരു ബന്ധത്തിനെ തകർക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ജോ പറയും, എനിക്കത് കണ്ടിട്ട് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്കറിയാം ഇതിനകത്ത് എന്തോ ഒരു സത്യമുണ്ട് എന്ന്. അപ്പം നമ്മുടെ ഷിന്യു പറയും, നീ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു ടൈമിൽ ജീവിക്കാനായിട്ട് ഒരുങ്ങുന്നത്? നമുക്ക് പ്രസൻറ്റിൽ ജീവിച്ചാൽ പോരെ. അപ്പം നമ്മുടെ ജോ പറയും, എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല, ഇനി എനിക്ക് കുറച്ച് സമയം എടുത്താലേ ഇതെല്ലാം മറക്കാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്നങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഷിന്യു അവൾക്ക് ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തില്ലേ, അത് ഊരി ആ പാട്ടയിലായിട്ട് എടുത്ത് വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സീനും കാണിക്കും. അതായത് അവളാണെങ്കിൽ ആ മുത്തശ്ശീനെ കാണാൻ വന്നില്ലേ, അവിടെ അവൾ എന്താ സംസാരിച്ചതെന്ന്. നമ്മുടെ ജോയ് ആണെങ്കിൽ ആ മുത്തശ്ശി എടുത്ത് പറയും, എനിക്കാണെങ്കിൽ ഷിന്യുവിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഈ പാസ്റ്റിലെ കാര്യം ആലോചിച്ചു ഓർത്തു എന്നൊക്കെ വെച്ചിട്ട് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവാനൊന്നും പോകുന്നില്ല, എനിക്കവനെ പിരിയാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു പോം വഴി കാണത്തില്ലേ? ആ മന്ത്രമല്ലേ എഴുതിയത് ഞാനല്ലേ എന്ന് നമ്മുടെ ജോ ചോദിക്കും. അപ്പോൾ ആ മുത്തശ്ശി പറയും, എന്തൊക്കെയായിരുന്നാലും കഴിഞ്ഞ ജന്മത്തിൽ നടന്ന സംഭവം അത് അവിടെ വെച്ച് കളയേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾ ഈ ജന്മത്തിലും കണ്ടുമുട്ടിയില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ആണെങ്കിൽ ഈ ഫെയ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നത്തോളം ജീവനുണ്ടോ അന്നെല്ലാം ഈ കേഴ്സ് അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും, അതിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ആ മുത്തശ്ശി പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ഭയങ്കര ഡെസ്പായി പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിന്യുവിൻ്റെ ഓഫീസിലാണ്. അവിടെയായിട്ടാണെങ്കിൽ വണ്ണ് വന്നിട്ട് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, മേയറാണെങ്കിൽ ഈ ഇവിടുത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്റ്റ് നിൻ്റെ ശത്രുവായിട്ടുള്ള കമ്പനിക്ക് കൊടുക്കാൻ പോവുക എന്ന്. അത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു പറയും, ഓഹോ അങ്ങനെയാണോ, ഇതെനിക്കിട്ട് വെച്ച ഒരു പണിയാണല്ലോ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഈ വണ്ണിൻ്റെ അടുത്ത് വയ്ക്കും, നിനക്കിതിനെ എതിർത്തൂടെ? അപ്പോൾ വണ്ണ് പറയും, ഞാനെങ്ങനെ എതിർക്കാനാ, മേയറെ വാദിക്കുന്ന ഒരു വക്കീലല്ലേ ഞാൻ, അപ്പോൾ എനിക്ക് മേയറിനെ സപ്പോർട്ട് ചെയ്ത് നിന്നല്ലേ പറ്റത്തുള്ളൂ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് നമ്മളുടെ വണ്ണാണെങ്കിൽ ഷിന്യുവിൻ്റെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയിയുടെ അടുത്താണെങ്കിൽ അവളുടെ സീനിയേഴ്സ് വന്ന് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ മനസ്സിലായല്ലോ, അതായത് വണ്ണാണെങ്കിൽ ഇപ്പം നമ്മുടെ ജോയിയുടെ കാമുകനല്ല, പകരമായിട്ട് അവളുടെ അയൽവാസിയാണ്. അങ്ങനെ നമ്മുടെ ഈ സീനിയേഴ്സ് വന്നിട്ട് പറയും, നീ ആണെങ്കിൽ ആ വീട് മാറിയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പാലുകാച്ചോ ഒന്നും തന്നില്ല, ഞങ്ങൾക്ക് പാർട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അവളുമാരെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വെള്ളം വയ്ക്കും. എന്നിട്ട് പറയും, വണ്ണിനെ കൂടി വിളിക്കണം. അങ്ങനെ അവസാനം നമ്മുടെ ജോയ് ആണെങ്കിൽ അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്യുവിനെയാണ്. അവൻ്റെ വീട്ടിലാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരോടും ഇരുന്നിട്ട് ഡിന്നർ കഴിക്കുവാണ്. അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ജോയിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, അവളെ ആണെങ്കിൽ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവൾ വന്നതുമില്ല, അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ, ഞാനാണെങ്കിൽ ഒരു കമ്പനിയുടെ CEO ആണ്, എന്നിട്ട് കൂടി ഞാനൊരു സമയം കണ്ടുപിടിച്ചു, അവളാണെങ്കിൽ സാധാരണ ഒരു സിവിൽ സർവൻ്റാണ്, എന്നിട്ട് കൂടി അവൾക്ക് ഒരു ഫാമിലി ഡിന്നർ അറ്റൻഡ് ചെയ്യാനുള്ള ടൈമില്ലേ എന്ന് പറയും. ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മളുടെ ഷിന്യുവിൻ്റെ അമ്മയുണ്ടല്ലോ, അവരാണെങ്കിൽ ഷിന്യുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും, ഞാനാണെങ്കിൽ ജോയിക്ക് ഫുഡ് പാക്ക് ചെയ്ത് തരാം എന്ന്. അക്കൂട്ടത്തിൽ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ ബിസിനസ് കാര്യം സംസാരിക്കും. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, നീ ഇപ്പോൾ ബിസിനസ് കാര്യം സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല, നീ നിൻ്റെ ലവ് ലൈഫിൽ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, ഒന്നീ അവളുമായിട്ട് ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ അവളെ എവിടേക്ക് വിളിച്ചുകൊണ്ട് പോവുക
എന്നിങ്ങനെ അവൻ്റെ അച്ഛൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യു ആണെങ്കിൽ നേരെ ജോയിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ജോയ് ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ഷിന്യു ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എൻ്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ട് ഫുഡ് പാക്ക് ചെയ്ത് തന്നതാ. അമ്മ അത്ര നല്ല കുക്കൊന്നും അല്ല, നീയും അത്ര നല്ല കുക്കൊന്നും അല്ല. എൻ്റെ തലവരയിൽ നല്ല ഫുഡ് കഴിക്കാനുള്ള യോഗം എനിക്കില്ല എന്നാ തോന്നുന്നത്. എന്നാലും ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് അവൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ ഇതിപ്പോൾ തമാശിക്കാനുള്ള നേരമായിട്ടാണോ തോന്നുന്നത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നിൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞതല്ലേ നമ്മളുടെ റിലേഷൻ ഒരിക്കലും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല എന്ന്. അപ്പം നമ്മുടെ ഷിന്യു ചോദിക്കും, നീ ആ മുത്തശ്ശിയെ കണ്ടിട്ട് മുത്തശ്ശി എന്താ നിൻ്റെ അടുത്ത് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ജോ പറയും, എന്തായിരുന്നാലും എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ രണ്ടുപേരുടെ റിലേഷൻ നോർമലി പോകുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എനിക്ക് തോന്നുന്നത് മുത്തശ്ശി പറഞ്ഞു കാണും നീ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന്. അതിൽ കൂടുതലൊന്നും സംഭവിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജോ പറയും, നീ മരിച്ചു പോകുന്നത് എനിക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമ്മൾ രണ്ടുപേരും ദൂരെ ദൂരെ നിൽക്കുന്നതാ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എത്ര കാലം അങ്ങനെ ദൂരെ ദൂരെ നിൽക്കാൻ പറ്റും? ഇനി ഒരു പക്ഷേ എൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്തേക്ക് വരുമോ? അപ്പോൾ നമ്മുടെ ജോ പറയും, അത് ഞാനൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ട് ആ ബ്രേസ്ലെറ്റ് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, എനിക്കിതിന് വെച്ചേക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനെ അവിടെ നിന്നും പറഞ്ഞു വിടും. നമ്മുടെ ഷിന്യുവിനാണെങ്കിൽ നല്ല വിഷമമായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജോയാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ വന്നാലും ഷിന്യുവിനെ കണ്ട വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവനെ കണ്ട ഭാവം പോലും കാണിക്കത്തില്ല. നമ്മുടെ ഷിന്യു എന്തെങ്കിലും ഒരു കാര്യത്തിന് അവളുടെ ഓഫീസിൽ വിളിച്ചാലും നമ്മുടെ ജോയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരത്തില്ല. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ഷിന്യുവിനാണെങ്കിൽ അങ്ങ് ഭയങ്കര വിഷമമാവും. അവനാണെങ്കിൽ ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെയായിട്ട് യൂന വരും. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും, നിനക്ക് എൻ്റെ ഗിഫ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടു? അപ്പോഴത്തേക്കും നമ്മുടെ ഷിന്യു പറയും, നിൻ്റെ ഗിഫ്റ്റ് നീ എന്തായിരുന്നാലും കാണിച്ച പണി കൊള്ളാം. നിൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തി കാരണം എൻ്റെ അച്ഛന് നിന്നെ ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാതായി. അപ്പോൾ യൂന പറയും, അതെന്തായിരുന്നാലും സാരമില്ല, അതൊക്കെ ഞാൻ നേരെയാക്കി എടുത്തോളാം എന്ന്. എന്നിട്ട് അവൾ പറയും, ഞാൻ എന്തായിരുന്നാലും ആ ജോയിനെ അങ്ങനെ വെറുതെ വിടത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു പറയും, അവൾക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെച്ചേക്കത്തില്ല, നിന്നെ ഞാൻ ശരിയാക്കും. നിനക്കറിയാവോ, നിനക്കും നിൻ്റെ അച്ഛനും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവളെ വരട്ടിയിട്ട് അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിയുടെ വീട്ടിലായിട്ട് അവളുടെ 2 സീനിയേഴ്സ് ഇല്ലേ, അവരാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവരാണെങ്കിൽ നമ്മുടെ ജോയിയുടെ അടുത്ത് ചോദിക്കും, നീ വണ്ണിനെ വിളിച്ചായിരുന്നു എന്ന്. അപ്പം നമ്മുടെ ജോ പറയും, ഇല്ല ഞാൻ മറന്നുപോയി എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മുടെ വണ്ണിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ജോയിയുടെ വീട്ടിലായിട്ട് വന്ന് പാർട്ടി ചെയ്യാൻ തുടങ്ങും. വണ്ണിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ സീനിയേഴ്സ് പഠിച്ച പണി 18 നോക്കും. വണ്ണിനും ഭയങ്കര ഓക്വേർഡ് ആയിട്ടായിരുന്നു തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരുത്തനില്ലേ, അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതായത് അവൻ പറയും, ഞാനാണെങ്കിൽ ജോയിയുടെ അടുത്ത് എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നോ അവൾ അത്രത്തോളം അകന്നകന്ന് മാറുക, എനിക്ക് എന്താ സംഭവം ഒന്നും അറിയത്തില്ല എന്ന്. ഇത് കേൾക്കുന്നതും അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും, നീ ആണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ആ ഒരു ദൂരം മാറ്റിയേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ രണ്ടുപേരെയും പിന്നെ ഇവിടെ ഒരിക്കലും ഒരുമിപ്പിക്കാൻ നിൽക്കത്തില്ല, അത് നിങ്ങളെ കൂടുതൽ അകറ്റത്തതേ ഉള്ളൂ എന്ന് അവനാണെങ്കിൽ നമ്മുടെ ഷിന്യുവിന് സജഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയിയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ അവളുടെ സീനിയേഴ്സ് രണ്ടുപേരും ഇല്ലേ, അവരാണെങ്കിൽ പോകുന്നതാണ്. പിന്നീടുള്ളത് നമ്മുടെ വണ്ണും അതേപോലെ തന്നെ ജോയുമാണ്. അവിടെ നമ്മുടെ വണ്ണാണെങ്കിൽ ജോയിയുടെ അടുത്ത് പറയും, നിൻ്റെ അടുത്ത് ഞാൻ 2 ദിവസം മുന്നേ ദേഷ്യപ്പെട്ടില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വന്നപ്പോൾ നീ അച്ഛന് ഡ്രിങ്ക്സ് കുടിക്കാൻ കൊടുത്തതുകൊണ്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനാണെങ്കിൽ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര വയലൻ്റ് ആവും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ പറയും, അയ്യോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാനത് അറിയാണ്ട് ചെയ്തതാ എന്ന്. അപ്പോൾ വണ്ണ് പറയും, അതൊന്നും സാരമില്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയും, നീയാണെങ്കിൽ വേഗം തന്നെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് മുകളിലത്തെ നിലയിലോട്ട് പോക്കോ, ഞാനിതെല്ലാം ക്ലീൻ ആക്കിക്കോളാം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ ആണെങ്കിൽ പറയും, അതിനിത് എൻ്റെ വീടല്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ വണ്ണാണെങ്കിൽ അങ്ങ് ചിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജോയും ചിരിച്ചായിരുന്നു. ഇവളുടെ ചിരി കാണുന്നതും വണ്ണ് പറയും, നിന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ചിരിച്ച് കാണുന്നത് എന്ന്. അതേപോലെ തന്നെ പെട്ടെന്ന് അവിടെയായിട്ടൊരു കോളിംഗ് ബെല്ലടിക്കും. ആരാന്ന് വന്ന് നോക്കുമ്പോൾ ഇവൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. പെട്ടെന്ന് തന്നെ അവൾ പുറത്തോട്ട് ഇറങ്ങി വരും. അങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ ഇവൻ പറയും, ഞാനാണെങ്കിൽ ഷിന്യുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ 15 വർഷമായിട്ട് ഭയങ്കര കൂട്ടാണ്. ഷിന്യുവിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമാണ്, അവൻ നിന്നെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്, അവനിപ്പോൾ ഭയങ്കര ഡ്രങ്കനായിട്ടിരിക്കുവാണ്, ഞാൻ അവനെ ഇവിടെ ആക്കിയിട്ട് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ ഏൽപ്പിച്ചിട്ട് അങ്ങ് ഓടിക്കളയും. അങ്ങനെ നമ്മുടെ ജോ വന്ന് നോക്കുമ്പോൾ എന്തുവാ, ഷിന്യു ആണെങ്കിൽ നല്ല ഫിറ്റായിട്ടിരിക്കുക. ഷിന്യു നമ്മുടെ ജോയിനെ കാണുന്നതും ചോദിക്കും, നീ യഥാർത്ഥത്തിൽ വന്നോ, എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിന്യു പറയും, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയാണെങ്കിൽ ചോദിക്കും, നീ എന്നെ ഇപ്പോൾ കണ്ടല്ലോ, ഇനി നിനക്ക് പൊക്കൂടെ? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, നീ എന്ത് മോശമാണ്, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്, നിനക്ക് എന്താ എന്നെ കാണാണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ, നിനക്ക് എപ്പോഴും ഇങ്ങനെ ആൾക്കാരുടെ അടുത്തുള്ള ഇഷ്ടം മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയിയുടെ മനസ്സിൽ ആ മുത്തശ്ശി പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. അവളാണെങ്കിൽ അപ്പോൾ അവളുടെ മനസ്സ് കല്ലാക്കിയിട്ട് പറയും, പറ്റും, എനിക്ക് നിന്നെ കാണാതെ ജീവിക്കാൻ പറ്റുമോ എന്ന്. ഇത് കേൾക്കുന്ന
കേൾക്കുന്നേ നമ്മുടെ ഷിന്യോങ് ഒരുമാതിരിയാവും. അവൻ പറയും ഓക്കെ എന്നാൽ പിന്നെ ഞാനിനി നിന്നെ ഒരിക്കലും ശല്യം ചെയ്തില്ല, ഞാനിവിടെ നിന്ന് തനിച്ച് പൊക്കോളാന്ന് പറഞ്ഞ അവൻ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ വീടിൻ്റെ ആ ഗേറ്റില്ലേ അവിടെയായിട്ട് വന്നിരുന്ന് ഭയങ്കരമായിട്ടും കരയുന്നതാണ്. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വണ്ണാണെങ്കിൽ വന്നിട്ട് ചോദിക്കും, നിനക്ക് അവനെ ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാ അവൻ്റെ അടുത്ത് നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പം നമ്മുടെ ജോ പറയും, എനിക്ക് തോന്നുന്നത് അവൻ്റെ അസുഖത്തിനുള്ള മെയിൻ റീസൺ ഞാൻ തന്നെയാണ് എന്ന്, അതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് ഒരിക്കലും അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ വണ്ണ് പറയും, ഞാനായിരുന്നു ഷിന്നുവിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കത്തില്ലായിരുന്നു. എന്നാൽ ഇത് ഞാൻ നിൻ്റെ അയൽക്കാരനായിട്ടുള്ള ഒപ്പീനിയനാണ് പറയുന്നത്. എന്നാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ചോദിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്നുവിൻ്റെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയും, ഇന്നലെ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, ആ വണ്ണിൻ്റെ വീട്ടിൽ പാർട്ടി ആയിരുന്നു, അങ്ങനെ എല്ലാവരും പാർട്ടിക്ക് പോയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മളുടെ ഷിന്നുവിൻ്റെ അവിടെ ഇരിക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയിലെ അതിനകത്തായിട്ട് ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കും. ആ വെള്ളം ഒഴിക്കുന്നത് കാരണം അവസാനം ചെടിച്ചട്ടി ലീക്കായിട്ട് അതിന് ബ്ലഡ് വരാൻ തുടങ്ങും. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടും. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ചെടിച്ചട്ടി പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും അരിച്ച് പറക്കി നോക്കും. അപ്പോൾ അതിനകത്തായിട്ട് നമ്മുടെ ഷിന്നു കാണും, അതായത് അവൻ്റെ ഒരു ഷർട്ടും അതേപോലെ തന്നെ നമ്മുടെ ജോയിയുടെ ഒരു ഗ്ലൗസും ഉണ്ട്. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടും. അങ്ങനെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ജോയിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, നീ ഈ ഇടയ്ക്ക് വെച്ചിട്ട് നിൻ്റെ ഗ്ലൗസ് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞായിരുന്നോ? അപ്പം നമ്മുടെ ജോയ് ആണെങ്കിൽ പറയും, അതായത് ഞാനാണെങ്കിൽ യൂനേനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക് വെച്ച് പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഗ്ലൗസ് മിസ്സാക്കിയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിന് കാര്യം മനസ്സിലാവും. എന്നാലും അവനാണെങ്കിൽ നമ്മുടെ ജോയിയുടെ അടുത്ത് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ നിൽക്കത്തില്ല. എന്നിട്ട് അവനാണെങ്കിൽ നേരെ തന്നെ നമ്മുടെ യൂനനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവളുടെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കും. നിനക്ക് ഗാർഡൻ അറിയാവോ എന്ന്. എന്നാൽ യൂനെ ആദ്യമേ അറിഞ്ഞൂടാ എന്ന് കള്ളത്തരം പറയും. എന്നാൽ നമ്മുടെ ഷിന്നു ആണെങ്കിൽ അവളുടെ മുമ്പിലായിട്ട് ആ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കും, സത്യം പറ ഇതിൻ്റെ പിന്നിൽ നീയല്ലേ? അപ്പോൾ നമ്മുടെ യൂന പറയും, അതായത് അവൾക്കാണെങ്കിൽ ആ ഗാർഡൻ നേരിട്ട് അറിയത്തില്ലായിരുന്നു, അയാൾ അവളെ ഇങ്ങോട്ടാണ് വന്ന് അപ്രോച്ച് ചെയ്തത്. അയാൾ നിങ്ങൾ രണ്ടുപേരെയും ഫോട്ടോ എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു. അങ്ങനെയാണ് എനിക്ക് അയാളുടെ അടുത്ത് പരിചയം. അവസാനം അയാൾ എനിക്ക് നിങ്ങളുടെ ഫോട്ടോയൊക്കെ കാണിച്ചു തന്നതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കൂടി കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. ഞാനിപ്പോൾ വിചാരിക്കുകയും ചെയ്തു എന്നാലും ഇതൊക്കെ എന്തിനാ അയാൾക്ക് എന്ന്. എന്നാൽ ഞാനതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു. അതായത് അയാൾ എല്ലാ സത്യവും വന്ന് നിൻ്റെ അടുത്ത് പറയും, അതും ഞാനാണ് അയാളുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഷിന്നു പറയും, ഓക്കെ ഞാൻ അതൊക്കെ വിശ്വസിച്ചു. നീ ഇപ്പോൾ അയാളെ വിളിച്ചിട്ട് പറ ഇനി മേലെ ഒരു കാര്യവും ചെയ്യരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ കേസ് കൊടുക്കുമെന്ന്. അങ്ങനെ നമ്മുടെ യൂനയാണെങ്കിൽ അയാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ ആളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. നമ്മുടെ ഷിന്നു ഒരുപാട് ട്രൈ ചെയ്യും, എന്നാലും ഫോൺ കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഷിന്നു ജോയിനെ വിളിക്കും, അതായത് ഇക്കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ജോയിക്കും ഷിന്നുവിൻ്റെ ഫോൺ എടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ കോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം വൃത്തിയാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ കാണിക്കും നമ്മുടെ വണ്ണാണെങ്കിൽ ഇപ്പം മേയറിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയേക്കുമായിരുന്നു. അവനെങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും അവൻ്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ എന്താ അവിടെയായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വട്ടം കറങ്ങുവാണ്. ഇതാണെങ്കിൽ നമ്മുടെ വണ്ണാണെങ്കിൽ അവൻ്റെ മൊബൈലിലായിട്ട് കാണും, അതായത് അവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ണാണെങ്കിൽ ഷിന്നുവിനെ വിളിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് കാര്യം പറയും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ നിനക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ആ ആള് ആരാണെന്നൊന്ന് നോക്കിയിട്ട് പറയാൻ. അപ്പോൾ നമ്മുടെ ഷിന്നു നോക്കുമ്പോൾ എന്തോ ഇത് ഗാർഡനറാണ്. അപ്പോൾ അവൻ പറയും, ഇതാണെങ്കിൽ ഇവളെ ശല്യം ചെയ്യുന്ന ഗാർഡനറാണ്, നിനക്കിപ്പോൾ വേഗം തന്നെ ജോയിയുടെ അടുത്തോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ വണ്ണ് പറയും, ഞാനിപ്പോൾ പുറത്താണ്, ഞാനിപ്പോൾ വിചാരിച്ചാൽ കൂടി പെട്ടെന്ന് അവിടേക്ക് എത്താൻ പറ്റത്തില്ല, നമുക്ക് വേഗം തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർ പോലീസിനെയൊക്കെ അറിയിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷിന്നി ഉണ്ടല്ലോ വേഗം അവളുടെ അടുത്തേക്കും പോകും. അവിടെ നമ്മുടെ ജോയാണെങ്കിൽ നോക്കുമ്പോൾ എന്തോ അവളുടെ ഫോണാണെങ്കിൽ കുറച്ചധികം കടന്ന് അടിക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്തുവാ വണ്ണാണ് വിളിച്ചേക്കുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ കോൾ എടുത്തിട്ട് അവനെ വിളിക്കാനായിട്ട് ഒരുങ്ങും. അപ്പോൾ നമ്മുടെ വണ്ണ് കാര്യം പറയുമ്പോൾ, അതായത് ഗാർഡനർ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, നീ വേഗം തന്നെ നിൻ്റെ ഡോറും ജനലും എല്ലാം നല്ലതുപോലെ കുറ്റിയിടാൻ. അങ്ങനെ നമ്മുടെ ജോയാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിച്ചിട്ട് ജനൽ കുറ്റിയിടാനായിട്ട് വരുന്നേ അവിടെയായിട്ട് നമ്മുടെ ഈ ഗാർഡനർ നിൽക്കുമായിരുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയിയുടെ കഴുത്തിൽ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് പറയും, നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ ഞാൻ ഒരിക്കലും വെച്ചേക്കത്തില്ല, ഞാനാണെങ്കിൽ കുറച്ച് പ്രായമായതുകൊണ്ടല്ലേ നീ എന്നെ വീടിൻ്റെ അകത്തോട്ട് കയറ്റാത്ത, പകരം ഞാൻ കുറച്ച് സുന്ദരനും അതേപോലെ തന്നെ കുറച്ച് യങ് ആയിട്ടുള്ള ആളായിരുന്നു എന്നുണ്ടെങ്കിൽ നീ എൻ്റെ പുറകെ നടന്നേനെ, പോരാത്തിന് നീ എന്നെ വീട്ടിലും കയറ്റിയാനെ. എനിക്ക് നിന്നെ പോലുള്ള സ്വഭാവക്കാരെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് കൊങ്ങിക്കേറി പിടിക്കും. അപ്പം നമ്മുടെ ജോ പറയും, അതിന് നമ്മൾ രണ്ടുപേരും തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ പറയും, അങ്ങനെയല്ല, ആ പയ്യൻ വരുന്നതിന് മുന്നേ നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോ പറയും, അങ്ങനെയല്ല എന്ന്. എന്നാലും ഇയാളാണെങ്കിൽ ഭയങ്കരമായിട്ടും കഴുത്ത് ഞെരിക്കും. ആ സമയത്ത് കറക്റ്റായിട്ട് അവിടേക്ക് പോലീസും വരും. പോലീസിനെ കാണുന്നേ നമ്മുടെ ഈ ഗാർഡനർ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷിന്നു അവിടേക്ക് വരുന്നതാണ്. പോലീസാണെങ്കിൽ ഇപ്പോൾ അകത്ത് നിൽക്കുമായിരുന്നു. ജോ ഇപ്പോൾ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസാണെങ്കിൽ നമ്മുടെ ഷിന്നുവിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ആരാ? അപ്പോൾ നമ്മുടെ
നമ്മുടെ ഷിനി പറയും ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ടായെന്ന്. അപ്പോൾ പോലീസുകാർ പറയും ഇവളിപ്പോൾ നല്ലതായിട്ട് പേടിച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവളുടെ കൂടെ നിൽക്കുക എന്ന്. എന്നിട്ട് പറയും ഞങ്ങളാണെങ്കിൽ ഇവിടെ തന്നെയുണ്ട്, ഇവിടെയൊക്കെ പെട്രോളിങ് ചെയ്ത് തന്നെ ഉണ്ട്, നാളെ രാവിലെ വന്നിട്ട് കേസ് ഫയൽ ചെയ്താൽ മതി എന്ന്. അങ്ങനെ പോലീസുകാർ അവിടെ എന്നങ്ങ് പോവും. നമ്മുടെ ജോയ് ആണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നല്ലോ. വേഗം തന്നെ ഷിന്യു പറയും വേഗം തന്നെ നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പോവാ എന്ന്. എന്നാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും നീ ഇനി ഒന്നും പറയണ്ട, നീ എൻ്റെ വീട്ടിലോട്ട് വരുന്നു, ഇതിനകത്ത് ഇനി വേറെ ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ജോയിനെയും കൊണ്ട് അവൻ്റെ ഫ്ലാറ്റിലായിട്ട് വരും. അവിടെ എത്തുന്നത് നമ്മുടെ ഷിന്യു ശ്രദ്ധിക്കും, അതായത് പാർക്കിംഗ് ഏരിയയിലായിട്ട് പുതിയൊരു കാർ കിടക്കുന്നത്. അവനത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ജോയിനെ അവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുവന്നിട്ട് അവൾക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും നീ ഇവിടെ തന്നെ ഇരിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയിക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയും നീ എൻ്റെ കൂടെ നിൽക്കുമെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്, നമ്മളിപ്പോൾ ഇതേപോലെ ഒന്നിച്ച് നിൽക്കുവാന്നല്ലോ, എന്നാലും നിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് അത്ര സന്തോഷമൊന്നും ഇല്ല എന്ന് ഷിന്യു പറയും. അപ്പം നമ്മുടെ ജോ പറയും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എന്നോട് ക്ഷമിക്കുക, ഞാനിവിടെ നിൽക്കുവാണ്, നാളെ ഞാനങ്ങ് പൊക്കോളാം എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു ആണെങ്കിൽ പറയും അതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാനിപ്പോൾ പോയി നിനക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ജോ പറയും നീ ഇപ്പോൾ പോവണ്ട, കുറച്ച് നേരോട് നിൽക്കുക, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ഷിന്യു പറയും ഞാനിന്ന് രാത്രി മൊത്തം നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമല്ലോ, നീ പേടിക്കാതെ, ഞാൻ പോയി മരുന്ന് വാങ്ങിയിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഷിന്യു ആണെങ്കിൽ താഴോട്ട് പോകും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും ആര് വന്ന് വിളിച്ചാലും കഥക് തുറക്കരുത് എന്ന്. അങ്ങനെ അവനാണെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നതും അവിടെയായിട്ടൊരു കാർ കിടപ്പുണ്ടല്ലോ, അവനത് നോക്കും. അതിലായിട്ടൊരു നമ്പരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യുവിന് ഒരു കോള് വരും. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും നീ ഇപ്പോൾ എവിടെയാ എന്ന്. അപ്പോൾ ആ ഗാർഡനർ പറയും ഞാനിപ്പോൾ ലിഫ്റ്റിലാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു ഭയങ്കര ഷോക്കാകും. അപ്പോൾ അവൻ ചോദിക്കും ഏത് ലിഫ്റ്റിൽ, നീ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ ഗാർഡനർ പറയും നിനക്കത് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ജോയുടെ അടുത്തോട്ട് ഓടിപ്പോവും. എന്നിട്ട് അവൻ ലിഫ്റ്റ് വഴി കയറാൻ നോക്കും, എന്നാൽ ലിഫ്റ്റ് വഴി പറ്റത്തില്ല. അവസാനം അവനാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജോയിനെയും വിളിക്കും. ജോയ് ആണെങ്കിൽ ഇവൻ്റെ ഫോൺ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ആണെങ്കിൽ ആരാ വന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സത്യം പറഞ്ഞാൽ ആ ഡോറിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ഗാർഡനറായിരുന്നു. അവളാണെങ്കിൽ വന്ന് നോക്കും ഞാനിത് തുറക്കണോ വേണ്ടേ എന്നും പറഞ്ഞിട്ട്. അവളാണെങ്കിൽ നമ്മുടെ ഷിന്യുവിനെ തിരിച്ച് വിളിക്കും. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ബിസി ആയിരുന്നു. നമ്മുടെ ജോയ് ആണെങ്കിൽ ചെറുതായിട്ട് ആ ഡോറൊന്ന് തുറന്നു നോക്കും, എന്നാൽ അവിടെ ആരെയും കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഗാർഡനർ ആണെങ്കിൽ സൈഡിലായിട്ട് മാറി നിൽക്കുമായിരുന്നു. ഇവള് തുറന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഇവളെ കയറി പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ ജോയ് ആണെങ്കിൽ ജസ്റ്റ് തുറക്കാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഷിന്യു അവിടേക്ക് വന്നിട്ട് ഈ ഗാർഡനറിനെ പിടിച്ച് അവിടെ നിന്നങ്ങ് മാറ്റും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ ഡോറ് തുറന്നു നോക്കും, അവിടെയെങ്ങും ആരെയും കാണത്തില്ല. അവളപ്പോൾ വിചാരിക്കും എന്നാലും ഷിന്യു എന്നെ എന്തിനായിരിക്കും വിളിച്ചതെന്ന് വെച്ചിട്ട് അവൾ അവനെ വീണ്ടും വിളിക്കും. പെട്ടെന്ന് ആ മൊബൈലിൻ്റെ സൗണ്ട് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഡോറിൻ്റെ അകത്ത് നിന്ന് കേൾക്കും. അങ്ങനെ അവൾ അത് വേഗം തന്നെ വന്ന് തുറന്നു നോക്കും. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് നമ്മുടെ ഷിന്യു ആണെങ്കിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുവാണ്. അതായത് ആ ഗാർഡനർ ആണെങ്കിൽ നമ്മുടെ ഷിന്യുവിനെ കുത്തിയിട്ടാണ് ഇപ്പോൾ പോയേക്കുന്നത്. അവൻ്റെ ദേഹത്തുനിന്ന് നല്ലതുപോലെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ജോ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.